രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഭരണ മേഖലകളിലേക്ക് ലക്ഷക്കണക്കിന് ആളുകളെ സംഭാവന ചെയ്ത ചെറുപുഷ്പ മിഷൻ ലീഗ്, CML, ആ സംഘടനയുടെ തകർച്ചയ്ക്കും പതനത്തിനും കാരണമായവരൊക്കെ ഇന്ന് വേദനിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ കണ്ണുനീരിന് പകരം തമ്പുരാൻ അവരോട് ചോദിക്കും. അത്ര ശക്തമായിരുന്ന ഒരു സംഘടനയെ തകർത്ത് കളഞ്ഞവര്, അതിനെ നിസ്സംഗരാക്കിയവര്, അതിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരുന്നവര്, അതിലൂടെ ഒരു ദേശത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് പാരവെച്ചവര് കണക്ക് ബോധിപ്പിക്കാൻ പറ്റൂ. അതിലൂടെയൊക്കെ രാഷ്ട്രത്തിന് അന്താരാഷ്ട്ര തലങ്ങളിൽ പോലും എത്തപ്പെട്ട എത്രയോ ചെറുപ്പക്കാര് ഇന്നും സുവിശേഷമായി ജീവിക്കുന്നവര് ഉണ്ട്. അതിനെയൊക്കെ നമ്മൾ ഒറ്റയടിക്ക് എന്തിൻ്റെയൊക്കെ പേരിൽ ഇല്ലാതാക്കിയില്ലേ? അവിടെ നിന്നൊക്കെയാണ് ഒരു തിരിച്ചുവരവ് വരേണ്ടത്. ഇതിനൊക്കെ ബലം നൽകിക്കൊണ്ട് നമ്മുടെ കൂടെ, അല്ലെങ്കിൽ സമുദായത്തിൻ്റെയും സഭയെയും ബലപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായിരുന്നതാണ് മാധ്യമരംഗം. ആ മാധ്യമരംഗത്തിൽ നിന്ന് നമ്മൾ ഇന്ന് പുറകോട്ട് പോയി. ഇപ്പോൾ നമുക്കൊരു ഷെക്കേനയുണ്ട്, ഒരു ശാലോമുണ്ട്, ഒരു ഗുഡ്നസ് ഉണ്ട്, ഒരു ദീപിക പത്രമുണ്ട്. ദീപിക പത്രത്തിൻ്റെ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് എഡിറ്റോറിയൽ ഒരു വിപ്ലവം തന്നെയാണ്. ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി, കർഷകന് വേണ്ടി, തീരദേശവാസികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഏകപത്രം. അതുപോലെയുള്ള മാധ്യമങ്ങൾ നമ്മളെ ഇല്ല. മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റുന്നവര്, മാധ്യമ പ്രവർത്തകരില്ല. നമ്മളൊന്ന് ഓർത്തു നോക്കണേ. 1550 കാലഘട്ടത്തിൽ, 1550 ഇന്ത്യയിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് തുടങ്ങിയത് ക്രൈസ്തവ മിഷണറിമാരാ. 6000-ലധികം ഭാഷകളുള്ള ഈ നാട്ടില് 230ഓളം ലിപിയുള്ള ഭാഷകളുണ്ട്. ആ ലിപിയുള്ള ഭാഷകൾക്ക് മുഴുവൻ ലിപി കൊടുത്തത് ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാരാ. എന്നിട്ടും ആ ലിപിയുള്ള ഭാഷകളിൽ പോലും മാധ്യമ പ്രവർത്തനം നടത്തുവാൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ളത് നമ്മുടെ ദീർഘവീക്ഷണ കുറവാണ് തന്നെ. ആ മേഖലയിൽ നമുക്കൊരു പരാജയമുണ്ട്. നമ്മൾ മാധ്യമരംഗത്ത് നിന്ന് പുറകോട്ട് പോയപ്പോൾ നമ്മുടെ സമുദായത്തിനും സഭയ്ക്കും ഉണ്ടായതിനേക്കാളും കോട്ടം നമ്മുടെ രാഷ്ട്രത്തിനാണ്. കാരണം രാഷ്ട്രത്തിൻ്റെ ധാർമ്മികതയെ നിയന്ത്രിക്കുന്നതിൽ ക്രൈസ്തവ മാധ്യമങ്ങൾക്കായിരുന്നു മുഖ്യ റോള്. സമാധാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും നീതിയുടെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ശബ്ദമേറിക്കൊണ്ട് പാവപ്പെട്ടവൻ്റെയും വേദനിക്കുന്നവൻ്റെയും പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടെ ഇവിടുത്തെ അധികൃതരെയും പാവപ്പെട്ടവരെയും കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോരുവാൻ എന്നും അധ്വാനിച്ചിട്ടുള്ളത് നമ്മുടെ മാധ്യമങ്ങളാണ്, ക്രൈസ്തവ മാധ്യമങ്ങളാണ്. അപ്പോൾ മാധ്യമ മേഖലയിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോയപ്പോൾ അത് സർവ്വ മേഖലയിലും നമ്മളെ തകർത്തു. നമ്മുടെ രാഷ്ട്ര നിർമ്മിതിയുടെ മേലുള്ള ആധിപത്യം പോലും, ധാർമ്മികത, ഇന്ത്യയുടെ ധാർമ്മികതയുടെ മേലുള്ള ആധിപത്യം പോലും നമുക്ക് നഷ്ടപ്പെടാൻ തക്ക വിധത്തിലേക്ക് മാധ്യമരംഗത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ പുറകോട്ടുള്ള പോക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്നത്തെ യുവജനങ്ങളുടെ അവരുടെ ചലനം പോലും നിശ്ചയിക്കുന്നത് മാധ്യമങ്ങളാണ്. സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, വാർത്താ മാധ്യമങ്ങളായിക്കോട്ടെ, സിനിമാ മേഖലകളായിക്കോട്ടെ, ഏത് മേഖലകളോ എടുത്തു, ഇന്നത്തെ യുവജനങ്ങളുടെ ജീവിതവും അവരുടെ ചലനവും പോലും നിശ്ചയിക്കുന്നത്, നിയന്ത്രിക്കുന്നത് മാധ്യമങ്ങളാണ്. ആ മേഖലയിൽ നിന്നാണ് നമ്മൾ അറിയാതെ പുറകോട്ട് പോയത്. അതിന് കാരണമുണ്ട്. ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇത്തരം മേഖലകളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ കടന്നു പോകുന്നതിനെ ഒരു പരിധിവരെ നമ്മൾ മാതാപിതാക്കന്മാരും സമൂഹവും ഒക്കെ പുറകോട്ടടിച്ചു. സിനിമയോ വേണ്ട, അതെന്തോ അരുതാത്ത പണിയാ. മീഡിയ പഠിക്കാൻ പോണോ? അയ്യോ അത് വേണ്ട, അതെന്തോ തെറ്റായ കാര്യമാണ്. ഈ ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം ശാസ്ത്രത്തിൻ്റെ മുഴുവൻ വളർച്ചയ്ക്കും സംഭാവന ചെയ്ത നമ്മൾ, ഒരു കൂട്ടർ അതിനെ സംഭാവന ചെയ്ത് അതിനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ മറുകൂട്ടർ അതിന് പുറംതിരിഞ്ഞ് നടന്നു. അവിടെ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. മാധ്യമ മേഖല തിരുത്തപ്പെട്ട് ബലപ്പെട്ട് മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇന്ത്യയുടെ, നമ്മുടെ സമുദായത്തിന് മാത്രമല്ല ഇന്ത്യയുടെ നിലനിൽപ്പ് പോലും ഭീഷണിയാണ്. ഇന്ത്യൻ ഭരണഘടന ഭീഷണി നേരിടുന്ന കാലഘട്ടത്തിൽ, ജനാധിപത്യവും സോഷ്യലിസവും മതേതരത്വവും ഭീഷണി നേരിടുന്ന കാലഘട്ടത്തിൽ ഇവിടുത്തെ ജനത്തിന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, ദളിതർക്ക് വേണ്ടി, ആദിവാസി സമൂഹത്തിന് വേണ്ടി, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ
ആകപ്പാടെ മുന്നോട്ട് വരാൻ സാധ്യതയുള്ളത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം മാത്രമാണ്.